കൊച്ചി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസ തോമസിന് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച സർക്കാർ. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ആനുകൂല്യങ്ങളും സിസ തോമസിന് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി തീരുമാനത്തിനൊടുവിൽ സർക്കാർ വഴങ്ങുന്നു എന്നതാണ് സാഹചര്യം. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഇത് സർക്കാർ അനുവദിച്ചു എന്നാണ് സാഹചര്യം. MG മിഥുൻ ചേരുന്നു. മിഥുൻ, സിസ തോമസ് കേസിൽ സർക്കാർ പരമാവധി നിയമ പോരാട്ടം നടത്തിയതാണ്. പക്ഷേ കോടതിയിൽ പരാജയം നേരിടേണ്ടി വരുന്നു. ഒടുവിൽ സിസ തോമസിന് എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചോ? ഉത്തരവിറങ്ങിയോ സർക്കാർ? ഇത് സംബന്ധിച്ചിപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മെയ് 30-ന് ഇതുമായി ബന്ധപ്പെട്ട് സിസ തോമസിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഗ്രാറ്റുവിറ്റി അടക്കമുള്ള യാതൊരു ആനുകൂല്യവും നൽകാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നു. അതിൽ പ്രധാനമായും അതിനൊരു കാരണം സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതായത് സിസ തോമസിനെതിരെ നേരത്തെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിരമിക്കുന്നതിന് മുന്നേ ഉള്ള ബാധ്യതകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലവിലുള്ളതാണ് തടസ്സമെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. എന്നാൽ ഇതെല്ലാം വിരമിക്കുന്നതിന് മുമ്പ് തന്നെ തീർക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിക്കുകയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. അതായത് 2022 നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വിസിയായി അന്നത്തെ ചാൻസലറും ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നത്. ഈ സർക്കാരിന്റെ ഈ നാമനിർദ്ദേശം തള്ളിയുള്ള ഈ നിയമനത്തെ പിന്നീട് സർക്കാരിനെ കൂടുതൽ ചൊടിപ്പിക്കുകയും വലിയ രീതിയിൽ ഒരു സർക്കാർ ഗവർണർ പോരാട്ടമായി പിന്നീട് മാറുന്നത് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് സിസ തോമസ് വിരമിക്കുന്ന മാർച്ച് 31-ന് ഹിയറിംഗിന് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് ഒരു ഇമെയിൽ സർക്കാർ നൽകിയിരുന്നു. എന്നാൽ വിരമിക്കൽ ദിവസമായതിനാലും VC എന്ന നിലയിലും പ്രിൻസിപ്പൽ എന്ന നിലയിലും മാർച്ച് 31-ന് ബില്ലുകൾ മാറുന്നടക്കമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് കാണിച്ച് ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ള അസൗകര്യം സിസ തോമസ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിരമിച്ച ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ ഇപ്പോൾ നൽകാനാകില്ല എന്നായിരുന്നു പിന്നീട് സർക്കാർ അറിയിച്ചത്. തുടർന്നാണ് സിസ തോമസ് ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഇത് കേസ് പരിഗണിച്ചുകൊണ്ട് 2 ആഴ്ചക്കകം തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തിരിച്ചു നൽകണമെന്നുള്ള ഉത്തരവിടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ ആനുകൂല്യങ്ങൾ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സിസ തോമസിനൊടുവിൽ സർക്കാർ വഴങ്ങി എന്നതാണ് സാഹചര്യം. കാരണം സിസ തോമസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. സിസ തോമസിനെതിരെ നിയമ പോരാട്ടം പലവട്ടം നടത്തിയെങ്കിലും അത് ഒടുവിൽ കോടതി തീരുമാനത്തിന് സർക്കാരും